ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണ് സ്പെഷ്യൽ? അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ട്വിൻസ് മീറ്റപ്പിന് പോവാണ്. അപ്പോൾ നമ്മുടെ ട്വിൻസ് മീറ്റപ്പ് ഇവിടെ എറണാകുളത്ത് വെച്ച് തന്നെയാണ്. അപ്പോൾ എവിടെയാണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് പറയാം. നമ്മൾ അവിടെ കാണാത്ത കുറേ ട്വിൻസിനൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതെ, പിന്നെ കൂടുതൽ വരെ കാണുന്നുണ്ട്. അതെ, പിന്നെ കുറച്ച് പരിപാടികളും പിന്നെ സർപ്രൈസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലാസ്റ്റ് വരെ കാണാൻ വീഡിയോ. പിന്നെ നമ്മളിവിടെ നിന്ന് ജിത്തും ഉണ്ട്. അപ്പോൾ അവരുടെ ഒപ്പമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവർ വന്നിട്ട് വണ്ടി വെച്ചു. ഞാൻ വർത്താനൊന്നും പറഞ്ഞില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ ലൊക്കേഷനൊക്കെ സെറ്റാണ്. ഓപ്പോസിറ്റ് വയ്ക്കും നമ്മളെ ട്വിൻ്റെ അങ്ങനെ അങ്ങനെ മതി. അവിടെ നിന്ന് വന്ന രാശിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അംഗീകരിച്ചിരിക്കും. അങ്ങനെ സെറ്റല്ലേ? അപ്പോൾ നമ്മളെന്തായാലും പേര് വിളിക്കാം. എല്ലാവരും വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ നമുക്ക് കലാപരിപാടികളിലേക്ക് കളയാം. അതെ, ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് നന്ദന മംഗളം. ഇവളുടെ പേര് നന്ദിത. ഞങ്ങൾ പാലക്കാട് നിന്ന് വരാണ്. പാലക്കാട് ഒറിജിനൽ പാലക്കാട് ഭാഷ അല്ലാന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പാലക്കാടിന്റെ ആ ഉള്ളിലുള്ള വീഡിയോസിൽ കാണുന്ന ഭാഷ ഇല്ല ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ പ്ലസ് വൺ കഴിഞ്ഞു, പ്ലസ് ടുവിലായിട്ട് ഞങ്ങൾ വേറെ സ്കൂളിലാണ്. ഞാൻ ഇവിടെ ജേർണലിസം പഠിക്കുന്നു, ഞാൻ സയൻസ് പഠിക്കുന്നു. ഭയങ്കര സ്നേഹ മനസ്സിലായില്ലേ?
ഇവൻ സുനിൽ, എൻ്റെ പേര് സുബിൻ. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കൊണ്ട് നടക്കുന്നു. പരസ്പരം പാറകളാണെങ്കിലും വീട്ടിൽ സ്നേഹത്തിന്റെ പാടുണ്ട്. കത്തിരി കുത്തി പുറകിൽ ഇപ്പോഴും ഉണ്ട്. ഹോബീസ് എന്തൊക്കെയാണ്? അങ്ങനെ അലമ്പ് നടക്കുക. വേറെ പരിപാടി പ്രോഗ്രാം ഉണ്ടെങ്കിൽ വിളിക്കുക. നമ്പർ സിംഗിളാണ്. ആരെങ്കിലും പെണ്ണെ സഹായിക്കില്ല. ഒരു പെണ്ണെ കണ്ടാക്കി തേച്ച് ഹായ്, ഇത് ഗംഗ. ഇത് യമുന. ഞങ്ങള് കോട്ടയത്ത് നിന്ന് വരുന്നു. കോട്ടയം കുമരകം കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ +2 കഴിഞ്ഞ് എൻട്രൻസിന് പഠിക്കുമായിരുന്നു. എക്സാം കഴിഞ്ഞ് ഇനി ഏതെങ്കിലും കോഴ്സിന് പോയി ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് ഞങ്ങളെ പറ്റിയൊക്കെ പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതെ, ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തില് പാവായിരുന്നു ഇവളാണ് എന്ന് സ്വയം പറയും, പക്ഷെ ഇവരാരും പറയത്തില്ല. അല്ല അല്ല ഇവളാ പാവം നമ്മൾ പറയും, പക്ഷെ ഞാനാ പാവം. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫാക്കൽറ്റി ആയിട്ട് കയറി. ഇത് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഫാക്കൽറ്റി കയറിയിട്ടുള്ളൂ. അല്ല, ഇവിടെ ഫിസിക്സ് കഴിഞ്ഞു. ഇപ്പൊ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. തമ്മിൽ പറയുകയാണെങ്കിൽ നല്ല ചേർച്ചയാണ്, പക്ഷെ ഒട്ടും ഒക്കൂല. സ്നേഹം നല്ല സ്നേഹമാണ്, പക്ഷെ അതിനനുസരിച്ച് നല്ല കട്ടടിയുണ്ട്. വേറെ പ്രത്യേകിച്ച് പറയാണെങ്കിൽ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. അതങ്ങനെ കുറച്ച് സ്റ്റൈൽ. ഇതിന് പാവം എന്നൊക്കെ പറയാൻ ഇവളെക്കൊണ്ടാണ് പറയാറ്, പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ. അല്ല, സാഹചര്യം കണ്ട് നമ്മൾ മാറല്ലോ. ഇവൻ ജിത്തു, ഇത് ജിത്തു. ആർട്ടിസ്റ്റാണ്, വർക്ക് ചെയ്യാണ്. പലയിടത്തും ആണ് വർക്ക് ചെയ്യുന്നത്. മാഗ്നറ്റ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നത്. ഒരു 3 വർഷമായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് ഇപ്പോഴും അങ്ങനെ അങ്ങനെ എപ്പോഴും എല്ലാവരും മാറിയിടുന്നു. ഞങ്ങൾ സെയിം ഡ്രസ് മാത്രമേ എപ്പോഴും എടുത്തുള്ളൂ. അതെന്റെ കാര്യം. ഇതുവരെ മാറ്റി മേടിച്ചിട്ടൊന്നുമില്ല. വീട്ടിലൊക്കെ വരും, പുറത്തൊന്നും ശരി. പിന്നെ ഞാനവിടെ പാവം. ഇവര് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്കങ്ങനെ പെട്ടെന്ന് ഇല്ല. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവില്ല. ഇത് സ്വാതി, ഇത് ശ്വേത. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നേഴ്സുമാരാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, രണ്ടാളും നല്ല സ്നേഹത്തിലാണ്. ഇത് ജിനോജ്. രണ്ടുപേരും കൂടെ നോക്കി ഇടിയാണ്. ഇടി എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ ഭയങ്കര ഇടിയാണ്. പിന്നെ ഞങ്ങൾ മാരീഡാണ്. ഞങ്ങൾ മാരീഡ് ആണെങ്കിലും ഇതുവരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എവിടെ പോയാലും ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എവിടെ ഞങ്ങളെ വെറുതെ വിട്ടാൽ അതത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് വരെ. അത് ഞങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ബിസിനസ്സാണ് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വരുന്നത്. പിന്നെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാണ്. പിന്നെ ചേട്ടനെ വൈകിന് അനിയനെന്ന് പറഞ്ഞാൽ അത് ഇവനാണ്.
ശരിക്കും വേദനിക്കുന്ന ഒരു ഓഡീഷൻ ഇവൻ തന്നെയാണ്. ഞങ്ങൾ എന്ത് കാര്യം ഒരുമിച്ച് തീരുമാനം എടുക്കത്തുള്ളൂ. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന ഇവനാണ് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്, ഞാനങ്ങനെ ഇല്ല. നമ്മൾ ഈ ബിസിനസ് ആയിട്ട് നടത്തുന്നതുകൊണ്ട് എനിക്ക് കൂടുതലും കാണാൻ പറ്റില്ല. അപ്പൊ ഇവൻ ഇത് പറഞ്ഞ് ഇവിടെ വരണം. ഏതായാലും നിങ്ങളെല്ലാവരും കണ്ടതിന് വളരെ സന്തോഷമുണ്ട്. കേട്ടാ, ഞങ്ങൾക്കൊരു എന്ന് വെച്ചാൽ ആദ്യം ഒരു മീറ്റപ്പെങ്കിലും വന്നിട്ട് പോലെ ഞങ്ങൾക്ക് വരാൻ പറ്റി. അപ്പോൾ ഇത് അർച്ചന, ഇത് അർച്ചന. അപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് രണ്ടുപേരും സെയിം കമ്പനിയിലാണ്, ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. സെയിം 2 ഡിപ്പാർട്ട്മെന്റ് സെയിം കമ്പനി. പിന്നെ ഞങ്ങൾ പഠിച്ചത് PG വരെ പഠിച്ചാണ്, മഹാരാജാസ് കോളേജിലായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന സ്ഥലം ഇവിടെ എറണാകുളം തന്നെയാണ്. പിന്നെ ഹോബീസ് എന്നൊക്കെ വെച്ചാൽ അങ്ങനെ വീഡിയോസ് ഒക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യും. ഇത് ഒളിപ്പിക്കലാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിലാണ് കൊടുത്തത്. ഇടവേളകൾ ആനന്ദകരമാക്കാൻ ചെറുതായിട്ട് റീൽസ് ഒക്കെ ചെയ്യും. പിന്നെ എല്ലാരും പറയുന്നത് മൂത്ത ആള് കുറച്ച് പാവാന്നാണ് പറയുന്നത്. എന്ന് തോന്നാറുണ്ടോ? ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യം. എനിക്കിതുവരെ ഞാൻ തോന്നിയിട്ടില്ല. ഞാൻ മൂത്ത ആള് പാവാന്ന് എനിക്ക് തോന്നില്ല. പറഞ്ഞ അച്ഛൻ അമ്മ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്. പിന്നെ കൂടുതൽ പറഞ്ഞ് തെറിപ്പിക്കുന്നില്ല. താങ്ക് യു. കൂടുതൽ പരിചയപ്പെടും. താങ്ക് യു. ഇവിടെ ഏഞ്ചല, ഞാൻ ഏഞ്ചൽ, ഞാൻ ഇടുക്കിന്ന് വന്നേ. ഇവിടെ മുത്തെന്ന് വിളിക്കും, ഇവിടെ പാവെന്ന് വിളിക്കും, എന്നെ മുത്തെന്ന് വിളിക്കും. ഞങ്ങൾ രണ്ടുപേരും ഇടുക്കിന്നാണ് വന്നത്. പിന്നെ വീട്ടിൽ അച്ഛനമ്മ, ചേച്ചി, ചേട്ടൻ, വല്യമ്മ എല്ലാം വലിയ ഫാമിലിയാണ്. ഹോബീസ് നിങ്ങൾ പാട്ടോട് ഡാൻസ് കളിക്കുന്നൊക്കെ ഇവര് പറഞ്ഞല്ലോ. ഇവിടെ അലീഷ, അലീന. ഞങ്ങള് മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഡിഗ്രിയാണ് പഠിക്കുന്നത്, ബികോം. എന്തൊക്കെയാ ഹോബീസ്? ഹോബീസ് ഇവനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. ഇവൻ ഫൈനൽ ഇയർ. ഒരു 1 year ഗ്യാപ്പ് ഉണ്ട് കയറിയതിന്. ആന്ന് വല്ലാത്ത ചോറ. ഇവനന്ന് പറയും, പറയപ്പെടും, ഉറപ്പിച്ച ആ മൂത്തത് വയനാട്. ഞങ്ങൾ വയനാട് കൽപ്പന. പിന്നെ കുറച്ച് നാണം കൂടുതലാണ് ഇവന്. കുറച്ച് നാണം ആരാവത് അതിന്റെ മൂത്തെല്ലാവർക്കുണ്ടത് അറിയില്ല. ഏറെക്കുറെ ഉണ്ടല്ലേ, കുറച്ച് കുഴപ്പാ. പിന്നെന്താ പറയാ, ഹോബീസ് ഒന്നും ഇല്ലല്ലേ? ഹോബീസ് ഒന്നും പ്രത്യേകിച്ച് ഇങ്ങനെ അത്ര ഇല്ല. പറയാൻ പറ്റുന്ന ഹോബീസ് ഒക്കെ പറയാൻ പറ്റുന്ന വേറെ വലിയ അലമ്പൊന്നുമില്ല. കൾച്ചറ കാര്യങ്ങളൊന്നും വരണ്ട. അതെ, അടിപിടിയൊന്നും ഇല്ല. അടിയിലില്ല. 6ാം ക്ലാസ്സിൽ നിർത്തി. 6ാം ക്ലാസ്സിൽ നിർത്തിച്ച് മലപ്പുറത്ത് നിന്ന് വരുന്നത്. ഞാനിപ്പോ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ BCom വിത്ത് CMA പഠിക്കുന്നത്. ഓക്കെ.
പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. എക്സാം എഴുതിയോടെ നിൽക്കുക, റിസൾട്ടിന് വേണ്ടിയിട്ട്. ശരി. ഹലോ ഹലോ, ഇവന്റെ പേര് ജോബി. ഇവന്റെ പേര് ജോബി. നിലവിൽ ഇപ്പൊ സർവേയർ ആയി വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞ് കോപ്പിയുടെ എന്ന് പറഞ്ഞ 2 സെല്ലിംഗ് മാറ്റി ഇരുത്തി. അല്ല, 10ാം ക്ലാസ് പഠിക്കും, 9ാം ക്ലാസ് ഒരുമിച്ച് പഠിച്ചു. 9ാം ക്ലാസ് വരെ ഇച്ചിരി കോപ്പി കഴിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 ക്ലാസ് കയറ്റി. അങ്ങനെ 10ാം ക്ലാസ്സിൽ മാറി. പിന്നെ +1 +2 പഠിച്ച് ഞങ്ങൾ തമിഴ് സ്കൂളിൽ ഒരുമിച്ചാണ്. കൊമേഴ്സ് ആണ് പഠിച്ചത്. ഒരു പഠിച്ചില്ല, 15 തോറ്റില്ല. അത് ജയിച്ചു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞ് ഞങ്ങളെ ഡിഗ്രിക്ക് വിട്ടില്ല. അത് കഴിഞ്ഞ അതിനുശേഷം എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ITI കിട്ടി. എനിക്ക് നല്ല ഇവന് സർവേറായിട്ട് കിട്ടി ITI-ല്. ഇവന് 1 വർഷം കോഴ്സായിരുന്നു, ഞാൻ 2 വർഷം കോഴ്സായിരുന്നു. ഞാൻ 2 വർഷം ഡിഗ്രി അല്ല 2 വർഷം ഡിഗ്രിയാ? 3 വർഷം ജോജി ബാബു. അപ്പൊ ഞാൻ ഇതേപോലെ 10ാം ക്ലാസ്സിൽ ഒന്ന് മാറ്റി എഴുതിയായിരുന്നു. വേറെ സീനൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ പഠിച്ചപ്പം സിവിൽ പഠിച്ചു. ITI സിവിലായിരുന്നു. സിവിൽ പഠിച്ചു കഴിഞ്ഞ അവിടെ 1 വർഷം ജോലി എടുത്തു. വൈകുന്നേരം കൊണ്ട് പണിയെടുപ്പിക്കലായിരുന്നു. ഒരു കസേര അവിടെ പോയി സ്റ്റിൽ അതിന്റെ പണി. ഞാൻ ഇന്നലെ സൈറ്റിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു കസേര ഇങ്ങനെ ഇരിക്കും. ഭായിമാരൊന്ന് പണിയെടുക്കും. എന്റെ സൈറ്റിൽ കടന്ന് ഉറക്കിയ ചെലവുണ്ട്. ഞാൻ പറയട്ടെ, ഇത് തീർക്കിട്ടണം. ഞാൻ പറയല്ലേ. പിന്നെ സൗന്ദര്യം വെച്ച് നോക്കുവാണെങ്കിൽ അവന് ഇച്ചിരി സൗന്ദര്യം കൂടുതലുണ്ട്. ഇത്രേ ഉള്ളൂ. ജോജിയെ കുറിച്ച് എനിക്ക് ഇത്രയും പറയാൻ ഇത്രേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഇവൻ 1 വർഷത്തോളം താലൂക്ക് വർക്ക് ചെയ്തു സർവേയറായിട്ട്. പിന്നെ അവിടെ നല്ല കൈനിരിപ്പ് കാരണം കയറ്റി വിട്ടു. കൈക്കൂലി മേടിച്ചെന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പൊ വർക്ക് ചെയ്തില്ല. 2 വർഷത്തോളം ഇപ്പൊ വർക്ക് ചെയ്യുന്ന നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ സർവേയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ റീൽസ് റോളുകളാണ്. ഇവന് റീൽസ് ഇപ്പൊ അതിന് സോഷ്യൽ മീഡിയ നിൽക്കാറില്ല. നേരത്തെ നിൽക്കാറ്. ഇപ്പൊ കുറച്ചായിട്ട് സോഷ്യൽ മീഡിയ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. നല്ലൊരു ആൾക്കാരെ ട്രോളി തുടങ്ങുന്നുണ്ട്. ഇവനെ ഡുബൈയിലൊക്കെ ട്രോളി ഇവനെ മാത്രമാണ്. ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇവൻ മഞ്ഞപടി. ഇവൻ എന്ത് വേണേലും അവൻ കാട് മലയിൽ കയറി കിടക്കുന്നത്. പക്ഷെ ഞാൻ ഇനി എന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ റീസർവേലായതുകൊണ്ട് എനിക്ക് അത്രയൊക്കെ എഴുതുന്നത്. സോ ബേസിക്കലി എനിക്ക് പറയുകയാണെങ്കിൽ ഇവനെ മുടി വളർത്താം, താടി വളർത്താം, എന്ത് നടക്കാം. പക്ഷെ ഇവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ സൈറ്റിൽ അന്നേരം ഞാൻ ആ കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും വലിയ കാര്യമായിട്ട് പറ്റുള്ളൂ. തീർച്ചയായിട്ടും കോംപ്രമൈസ് ചെയ്തില്ല. അങ്ങനത്തെ ഇല്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് പവർ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ശരീരപ്രകൃതിയും എല്ലാം ആണല്ലോ, ഒരേപോലെ നിൽക്കുവാണല്ലേ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഞാൻ ഇച്ചിരി വണ്ണം എന്ന് പറയാൻ പറ്റില്ല. ഇവന് ഇന്നെക്കാളും മെലിഞ്ഞിട്ടുണ്ട്. കണ്ടൂരിയാൽ അറിയാം. അവൻ എറണാകുളം വന്നപ്പോഴേക്കും 1 വർഷത്തോളം ഇവനിവിടുത്തെ ഫുഡെല്ലാം കഴിച്ചപ്പോ മെലിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പം ബോഡി പവർ പറയാൻ പറ്റില്ല. ഒരാളെ തല്ലി കഴിയുമ്പോ എനിക്ക് പിന്നെ തല്ലാൻ തോന്നുന്നില്ല. ഒരു ടൈം കഴിയുമ്പോ അടിയും ബഹളമൊക്കെ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കുമ്പോഴൊക്കെ ഉണ്ടാവും. കോംപ്രമൈസ് ഇല്ലെന്നേ ഇല്ലെന്നേ റീസെന്റ് ആയിട്ട് അടിയുണ്ടേ. ഉപ്പുമാല ഉപ്പില്ലെന്നൊക്കെ പറയുന്നത് അതുപോലെ അല്ല നമുക്കിടയിലും സിംഗം ഉണ്ടല്ലോ. അതങ്ങ് ബോട്ടൊക്കെ വിട്ടു പോകുമ്പോഴുള്ള പ്രശ്നമുള്ളൂ. അത് കീപ്പ് ചെയ്ത് പോയാൽ മതി. ആര് വന്നാലും മന്തിന്റെ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ അതും ഞാൻ പറഞ്ഞുതരാം. ഇവന് ഒരു 3.5 വർഷത്തെ റിലേഷൻ ആയിരുന്നു. ഈ കഴിഞ്ഞ റിലേഷൻ നല്ല റിലേഷൻ ആ കാർഡിന്റെ പേര് കിട്ടി. അപ്പൊ അങ്ങനെയുള്ള ഒരാളായിരുന്നു. അത് ബ്രേക്ക് ആക്കി, ആ സീനാക്കി. എന്റെ ഒരു 3 ദിവസം മുമ്പ് ബ്രേക്ക് ആവുന്നു. 3 ദിവസം മുമ്പ് എറണാകുളം വന്ന ഒരു കൊച്ചിനൊക്കെ ഉണ്ട് ബ്രേക്ക് ആവുന്നു. ഓക്കെ, ഇനി എല്ലാവർക്കും ഒരു ചാൻസ് ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും.
അവന്റെ പേര് ഗൗതം. ഞങ്ങൾ ഇന്ത്യൻ ക്ലബ്ബിലാണ്. സൗണ്ട് അടുപ്പിക്കാൻ ഇതൊരു ഗോവല് ഞങ്ങൾ ഇന്ത്യൻ വർക്കാണ്. മറ്റ് വർക്കർ ചെയ്യുന്നതാണ് ഇന്ത്യൻ ഡിസൈനിങ്. അപ്പൊ നമ്മൾ വർക്കർ ചെയ്യുകയാണ്, പല സൈറ്റിലാണ് ചെയ്യുന്നത്. പിന്നെ IT വരെ പഠിച്ച് പിന്നെ വീട്ടിൽ അമ്മ പറഞ്ഞു വരാം, ചിലര് കമ്മിറ്റഡ് അല്ല, കമ്മിറ്റഡ് ആയത് 4 കൊല്ലം മുമ്പ് അതിന്റെ വേറെ കുഴപ്പമില്ല. അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ടേ ഉണ്ട്. അടുത്ത കൊല്ലം നോക്കുന്നുണ്ട്. ഇന്നലെയും കൂടെ ഞങ്ങൾ സൈറ്റിൽ അടിയിട്ടതായത് അടിയിട്ട് കഴിഞ്ഞാലും രണ്ടുപേരും മാർക്സിലൊക്കെ പഠിച്ചത് പഠിച്ചത് ഇപ്പൊ ഞങ്ങളൊരു കണ്ടന്റ് വീഡിയോയിൽ ഇപ്പം അഭിനയിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടന്റ് അതിന്റെ ഫൈറ്റ് മാസ്റ്റർ ആണ്. ഞങ്ങൾ ഫൈറ്റ് അടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും അടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും കാലൊക്കെ അടിച്ചിട്ടുണ്ട്. രണ്ടുപേരും തമ്മിൽ അടിയുണ്ടായി. ചാനലിന്റെ പേര് വാലസൗണ്ടാണ്. അതിനകത്ത് ഇപ്പോൾ പുതിയ വീഡിയോ വരുന്നുണ്ട്. വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ ബ്ലാക്ക് മാന്റെ രീതിയിൽ ഒരു വീഡിയോ ഇറക്കുന്നുണ്ട്. ഇത് ആതിര, ഇത് ആവണി. നമ്മള് +2 കഴിഞ്ഞിട്ട് BCom ചെയ്തത്. അത് കഴിഞ്ഞ് ലോജിസ്റ്റിക്സ് പഠിച്ചിട്ട് വർക്ക് ചെയ്യുക എറണാകുളത്ത്. ഞാൻ ഒപ്റ്റോമെട്രിയ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 1 ഇയർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും ഇങ്ങനെ കണ്ടത് ഭയങ്കര സന്തോഷം. അവള് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. ഇപ്പൊ നെക്സ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കഴിച്ചു. ഇനിയിപ്പോ അടുത്ത വർക്കിന് വേണ്ടി കയറാൻ പോവാണ്. ഇല്ലേ? ഓക്കെ, താങ്ക് യു. വളർത്തത് ഞാനാ 5 മിനിറ്റ്. അത് ഞാൻ ഒന്ന് 5 മിനിറ്റ് വീട്ടിൽ പറഞ്ഞ 5 മിനിറ്റ് ഒക്കെ അങ്ങനെ അറിയത്തുള്ളൂ. ഞങ്ങൾ 10 വരെ ഒരുമിച്ചാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ +1 +2 ആയപ്പോഴത്തേക്കും അല്ല, ഞങ്ങൾ വേറെ സബ്ജക്ട് എടുത്തതുകൊണ്ട് വേറെ പിന്നെ വീട്ടില് അമ്മയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ 2 പേര് എറണാകുളത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വേഗം വരാൻ പറ്റും. വഴക്കാണ് വഴക്കത്തെ. പിന്നെ നമ്മൾ +2 പഠിച്ചപ്പോ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു തൃശ്ശൂർ വെച്ചിട്ട്. നമുക്ക് ഇതിന് വരാൻ പറ്റിയില്ല. ഇപ്പൊ എല്ലാവരും കണ്ടതിൽ ഭയങ്കര ഹാപ്പിയാണ്. ട്രെയിനിങ്ങിന് പോകാൻ നിൽക്കാണ്. റീജിയനിൽ പഠിച്ചതാണ്. ഞങ്ങൾ IT കഴിഞ്ഞ് നിൽക്കുക 2 ആളും. ഓട്ടോമൊബൈൽ ഇനിയിപ്പോ മലപ്പുറം. ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. ഒരാൾ വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങൾ 3 ആളുണ്ട്. ഒരു വരാൻ ഞങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യാൻ പോവാൻ. 3-ാം ആള് വന്നിട്ടില്ല. 3-ാം അടുത്ത പരിപാടിക്ക് കാണാം. മൂന്നാമത്തെ പേരെന്താ? 3-ാമത് ജയൻ. ഞാൻ ആലിയ, റാഫിയ. ഞങ്ങളിപ്പോ ലോ സ്റ്റുഡൻസ് ആണ്. ആലപ്പുഴ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുക ആലപ്പുഴ. വീട് തൃശ്ശൂർ കൊടകര. 2nd ഇയർ കഴിഞ്ഞ് 3rd ഇയറിലോട്ട്. ഹോബീസ് എന്ന് പറയാണെന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കും, പിന്നെ ഡാൻസ് കളിക്കും. അതൊക്കെ റീലേ ആയിരുന്നു. ഇപ്പൊ റീലേ ഇല്ല. ഞാൻ പൂത്തത് 2 മിനിറ്റിന് വ്യത്യാസം. ഇപ്പോഴും എല്ലാ ഇതുവരെ ഞങ്ങൾ ഒന്നിച്ചാണ്. ഇനി ഒന്നിച്ചു വരാനാണ്
എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ? ലക്കി പിന്നെ നമ്മള് ഒന്നിച്ചാ കിടക്കണോണ്ട് ഒരു ദിവസത്തേക്ക് കൂടുതൽ ആ ഇടി അങ്ങോട്ട് നീങ്ങൂല. കാരണം രാത്രി ആവുമ്പോഴത്തേക്ക് ചവിട്ടും പറഞ്ഞ് ഇത് രാജലക്ഷ്മി, ഇത് ശ്രീലക്ഷ്മി. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇവള് BCA കഴിഞ്ഞ് MCA കഴിഞ്ഞിപ്പോ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് ഒറൈനിൽ വർക്ക് ചെയ്യാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് 2ാമത്തെ വർഷം. ഇവളും സെയിം BCA കഴിഞ്ഞ് MCA കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഞങ്ങൾ സെയിം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഇപ്പൊ ഈ നിമിഷം വരെ എപ്പോഴും ഒരുമിച്ചാണ്, പിരിഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ റീൽസ് എടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ കുറവാണ്, ജോലി കയറി പിന്നെ ടൈം കുറവാണ്. പക്ഷെ 9 മിനിറ്റ് മുതലായി നല്ലതാണ് കേട്ടത്. എനിക്ക് വലിയ സംശയമുണ്ട്. വെച്ചിട്ട് എനിക്കാണ് അടി കൂടാറുണ്ട് ഞങ്ങള്, നന്നായിട്ട് അടി കൂടും. കൈകളായിരുന്നു. ഇപ്പൊ ഫുൾ കയ്യങ്കളി കൂടിയിട്ട് പിന്നെ ഫുൾ പാടും അങ്ങനെയൊക്കെ ആയിട്ട് നിർത്തിക്കാം. കോളേജിൽ അങ്ങനെയാണ് ഗുണോ ഒന്നല്ല. ഇവിടെ എന്റെ ട്വിൻസിസ്റ്റർ ആയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. പ്രത്യേകിച്ച് എല്ലാം നന്നായി സ്നേഹിക്കും, ഭയങ്കര കെയറിംഗ് ആണ്. എന്റെ പേര് അഖില്. എന്റെ പേര് അഖില്. അപ്പം ഞങ്ങള് കൊല്ലം കൊട്ടാരക്കരയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഒന്നും പറയില്ല. നിങ്ങൾ ചോദിക്കാൻ പറയാം. ഞാനിപ്പോ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, കർണാടക ബാങ്ക്. കർണാടക ബാങ്ക് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, ഒരു ബ്രാഞ്ചിലുണ്ട്. അപ്പൊ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞാൽ PSC പഠിക്കുന്നുണ്ട്, കോച്ചിങ് ഉണ്ട്, നെറ്റ് കോച്ചിങ് ഉണ്ട്, പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ PSC തുടങ്ങിയിട്ട് ഇപ്പൊ 3-4 ഈ ചേട്ടൻ പോകേണ്ട ഒരു സ്ഥലത്ത് ഈ ചേട്ടനാണ് ചേട്ടൻ പോയിട്ടുള്ളത്. പോകേണ്ട സ്ഥലത്ത് ഈ ചേട്ടൻ പോകേണ്ട ഒരു സ്ഥലത്ത് ചേട്ടൻ ഈ ചേട്ടനാണ് പോയിട്ടുള്ളത്. ഞാൻ ഇവന്റെ എക്സാം ആയിരുന്നു, ഇന്ത്യൻ എക്സാം ആയിരുന്നു. ഡിഗ്രിക്ക് സെക്കൻഡ് സംസ്കൃതമല്ല കേട്ടോ. അപ്പൊ അവിടെ ഈ എക്സാം സമയത്ത് ഈ പുള്ളിക്കാരാണെങ്കിൽ എന്ത് പറയണോ, അപ്പൊ എനിക്ക് റിലേഷൻ ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ നമ്മള് എപ്പോഴും ക്ലാസ്സിൽ കയറത്തില്ലായിരുന്നു, ഫുൾ ടൈം പുറത്തായിരുന്നു. അപ്പൊ ഇന്ത്യൻ എക്സാം വന്നപ്പോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇവനാണെങ്കിൽ കോളേജ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മിസ് എന്താണെങ്കില് ഇന്ത്യൻ എക്സാം ഉണ്ട്, എന്താ വരാത്ത എന്താ വിളിച്ചു. ഞാൻ ഇവനെ വിളിച്ചു കോളേജുണ്ട്. ഞാൻ പറഞ്ഞാൽ പോയി അറ്റൻഡ് ചെയ്യാം. പക്ഷെ എനിക്ക് എഴുതുന്നത് അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്തോ എഴുതി വെച്ചു. പ്ലസ് ടു വരെ സംസ്കൃതം പഠിച്ചത്. അപ്പൊ അതിന്റെ വെച്ചിട്ടാണ് കിട്ടിയത്. കുറച്ച് വൈകി പോയി, കാരണം ഒരു ദിവസം ആയി ഉറങ്ങാൻ കിട്ടുള്ളൂ. അതുകൊണ്ട് അലാം അടിച്ചൊന്നും അറിഞ്ഞില്ല. വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി ഉണ്ട്. ചേച്ചി മാരീഡ് ആണ്, ഒരു കുഞ്ഞുമാവുണ്ട്. പിന്നെ ഞങ്ങളിപ്പോ വർക്ക് ചെയ്യാണ് പാലാരിവട്ടം SLBS കോളേജ്. മോനും ഞങ്ങളിപ്പോ നഴ്സിംഗ് ഫൈനൽ ഇയർ പഠിക്കുകയാണ്. പാർത്താണ്ടത്ത്, തമിഴ്നാടാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ അനിയുണ്ട്. അനിയിപ്പം ആനിമേഷനായിട്ട് ഇവിടെ എറണാകുളത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒരു കോളേജിൽ കൊണ്ട് ചേർത്തിപ്പം
തേങ്ങ അടക്കുകയാണ് ഞങ്ങൾ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞങ്ങൾ. ഇപ്പൊ നാലാമത്തെ വർഷമാണ്. പിന്നെ ഇതിനെ പറ്റി നല്ലതൊന്നും പറയാൻ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ മോശപ്പെട്ടില്ല. എന്നാലും ഒരു കാര്യം പറയാനെ പറ്റി എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു കൊച്ചിനെ നോക്കിയെന്ന് വിചാരിച്ചോ, ഒരു 2 സെക്കൻഡ് അതിന് മുന്നേ ഇങ്ങോട്ട് ഒന്ന് പറയും എടാ കൊച്ചു നോക്കാൻ പറ്റില്ല. ഞാൻ ആരെ നോക്കി കഴിഞ്ഞാലും അടുത്ത സെക്കൻഡ് അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തെങ്കിലും പറയാനോ ഇന്ന് പറയല്ലേ, ഇതൊക്കെ തന്നെ അവളെ കാര്യം. സ്ഥലം ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര എന്ന് പറയും. എന്റെ റോബർട്ട് ഞങ്ങൾ മോറ്റ വാഴക്കുളത്ത് നിന്ന് പറഞ്ഞു. പൈനാപ്പിൾ സിറ്റി വാഴക്കുളം പൈനാപ്പിൾ സിറ്റി ഞാനെന്തെങ്കിലും പറയുമ്പോ പൈനാപ്പിളിന്റെ പരിപാടി തന്നെ ബിസിനസ്. വീട്ടില് ചേച്ചി, അമ്മ, പപ്പ, കിട്ടിയില്ല. എന്റെ പേര് സാലിഹ്. ഞാൻ ഗ്യാസിൽ വർക്ക് ടെക്നീഷ്യനായിട്ട് മൈക്കിന്റെ ആവശ്യം സൗണ്ടിലേക്ക് സ്പീക്കറിൽ വീട്ടിൽ ഞങ്ങൾ മൊത്തം 4 മക്കളുണ്ട്. ഇക്കാളെ വൈഫ്, അനിയത്തി, പിന്നെ ഞങ്ങൾ 2 പേര്. അപ്പഞ്ചായി സോറി മൊത്തം 6 പേര്. അങ്ങനെ പിന്നെന്താ പറയണ്ടത്? ആകെ 2 പേരെ പരിചയമുള്ളൂ. അവരെ പരിചയമുണ്ട്. ആഫിയ, ആലിയ, പരിചയപ്പെട്ട് അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങളെ ഫോട്ടോ ഞാൻ കണ്ടു. പിന്നെ ഓക്കെ അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? ചേച്ചി എന്റെ പേര് സനൂപ്. സ്ഥലം മലപ്പുറം തിരൂര്. ഞാൻ വർക്ക് ചെയ്യണ ഒരു ഹോസ്പിറ്റലിലെ അക്കൗണ്ട്സ്. മറ്റൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇൻഷുറൻസ്. ഇല്ല. എന്താ ചെയ്യുന്നത്? You are now listening to Davin's music.
എടാ മോനെ ആയിട്ടുള്ള സോനുവിനെ മോനുവിനെ സ്വാഗതം ചെയ്യാം. വിജയനഗര സുരജ കമ്പഗൗള രാജ ഈ രാജനിൽ സന്നിധി അടക്കാടപ്പില്ലാതെ തനക്കടത്ത ഡബിൾ മോൾഡ് സുന്ദരിക്കല്ല സോഡ ട്രൈ ചെയ്ത കൊടുമാണ്
വിജയനഗര സുരജ കമ്പകൗണ്ട രാജാധിരാജൻ സന്നദ്ധി കടക്കാടുപിള്ളാതെ തനക്കടത്ത ഡബിൾ മോൾഡ് സ്കൂട്ടറിക്കല്ല സോഡ ട്രൈ ചെയ്തിട്ട് കൊടുമാള് DJ Sachu KS. Anare Govinda, Ale Govinda, Annari Patite Meeranta. Anare Govinda, Ale Govinda, Annari Patite Meeranta. Govinda, Sangaradati Panyati, Mangalarudum Govinda. E bola bola Radhe, e Tittara Kottana, Neeru Neeru Nengil Sullatam. E Govinda.
ഇത് രസാക്കാൻ പറ്റില്ല. അയ്യോ പറഞ്ഞിട്ട് എടുക്കണ്ടേ ഗൈസ്? കണ്ടോ? ഇതാദ്യം ചെയ്താ എടുത്തിട്ട് വന്നതാ. അതാ വെള്ളം. മഴയല്ലേ? ഇവിടെയാണോ അവിടെയാണോ? എല്ലാരും ഉണ്ടോ? ഇവിടെ കേട്ടോ. കൈപ്പത്തിയിൽ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ, മേലേക്ക് പിടിക്കാൻ പാടില്ല. ഒരു മിനിറ്റോ? രണ്ടു വാക്ക്. വീട് 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 വലിയ വീട്. കൊട്ടാരം മല കുന്ന് കുന്ന്. കൊട്ടാരം രാജാവ് കിണറ് ആ ടൈമില് പട്ടണത്തിൽ കൊറേ കൊറേ ആകാശം കൊറേ കൊറേ വീടാ. കറങ്ങോ മിഠായി മിഠായി. പുളി പുളി പുതിയ സിനിമയാണോ? പുതിയ സിനിമയാണോ? പുതിയതാണോ? പഴയ മീഡിയ ആക്ടർ ദിലീപ് ദിലീപ് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ചാതുവട്ടി ചാതു ദിലീപ് ദിലീപ് മായാമോഹിനി മായാമോഹിനി മായ മായ പട്ടണത്തിൽ പൂതം പട്ടണത്തിൽ പൂതം പട്ടണത്തിൽ പൂതം
ട്വിൻസ് ഇന്നലെ 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 എല്ലാരും ഒരുമിച്ച് കോളേജ് കോളേജ് പാവട കൊച്ചിപ്പോ കരയും അത് 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 ഭ്രാന്ത് ഭ്രാന്ത് തോരാ അയ്യോ പറ
തിങ്കളെ ഇനിയൊരു കണ്ണെറിയരുത് നിനക്കൊരുവൻ വിളക്കുതിച്ച് നിന്നെ താരിപ്പിലി കൊണ്ടും കെട്ടി മുത്തഴകു മണിച്ചെറുപ്പത്തിങ്കളെ തിങ്കളെ ഇനിയൊരു കണ്ണെറിയരുത്. ഉച്ചയ്ക്കോ നീ എന്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവാ പൊന്നഴകേ. അഴകെന്നല്ലേ? ആ
DJ Sachu, KS.